ഇലോൺ മസ്കിന്റെ പാർട്ടി രൂപീകരണം പരിഹാസ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടി ആശയക്കുഴപ്പം സൃഷ്ടിക്കും. മസ്കിന്റെ യാത്ര പാളം തെറ്റിയ അവസ്ഥയിലാണ് എന്നും സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. I think it's ridiculous to start a third party. We have a tremendous success with the Republican Party. The Democrats have lost their way, but it's always been a two-party system. And I think starting a third party just adds to confusion. It really seems to have been developed for two parties. Third parties have never worked. So he can have fun with it, but I think it's ridiculous. ഐസൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഐസൺ, ഈ ട്രംപ് മസ്ക് പോര് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണല്ലേ? തീർച്ചയായും ഈ വലിയൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ദി അമേരിക്ക പാർട്ടി എന്ന് പറയുന്ന പുതിയ പാർട്ടി സംവിധാനത്തെ പുതിയ പാർട്ടി സ്ഥാപിക്കാനുള്ള ഇലോൺ മസ്കിന്റെ നീക്കത്തിനെതിരെ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായ ഒരു എതിർപ്പ് തന്നെ ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന തെളിവ് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രണ്ട് പാർട്ടികളുടെ ഒരു സിസ്റ്റമാണ് അമേരിക്കയിൽ പ്രായോഗികമായുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രണ്ട് പാർട്ടികൾ കൃത്യമായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഡെമോക്രാറ്റുകൾ വൻ പരാജയം നേരിട്ടുവെങ്കിൽ കൂടി അത്തരത്തിലൊരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി വൻ വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ. അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പാർട്ടികളുടെ ഒരു രീതിയാണ് അമേരിക്കയിലുള്ളത്. മൂന്നാമതൊരു പാർട്ടി ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായും രണ്ട് ആശയങ്ങളല്ല, മറിച്ച് മൂന്നാമത്തെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്യുക എന്നൊരു നിലപാട് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയുന്നത്, ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് എടുത്തു പറയുന്നത്, ഇത്തരത്തിലൊരു നീക്കം ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയൊരു അബദ്ധ സഞ്ചാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം പൂർണ്ണമായും ഒരു പാളം തെറ്റിയ അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന ഒരു സർവനാശത്തിന് സമാനമായ ട്രെയിൻ റെക്ക് എന്ന രീതിയിലൊക്കെയുള്ള ഒരു വാക്കുകളാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സബ്സിഡികളെല്ലാം തന്നെ പരിശോധിക്കാൻ ഡോജിന് നിർദ്ദേശം നൽകുന്നു. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിക്ക് നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള പല നടപടികളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാർട്ടി രൂപീകരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് ഇലോൺ മസ്കിനെ നയിച്ച ഘടകം എന്ന് പറയുന്നത് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിഷയമായ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന 5 ട്രില്യണായി കടപരിധി ഉയർത്തുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു ബില്ല് പാസ്സാക്കാനുള്ള നീക്കമാണ്. ഈ പാസ്സാക്കാനുള്ള നീക്കം ആരംഭിച്ച ഉടൻ തന്നെ ഡോജിന്റെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവി സ്ഥാനത്ത് നിന്ന്, ആദ്യമായി രൂപീകരിക്കപ്പെട്ട വകുപ്പിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് ഇലോൺ മസ്ക് രാജിവെക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നീടാണ് പാർട്ടി രൂപീകരിക്കുമെന്ന നിലപാട് അറിയിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രണ്ട് സഭകളും, ഈ അമേരിക്കൻ കോൺഗ്രസിലെ രണ്ട് സഭകളും ഈ ബില്ല് പാസ്സാക്കുകയും ട്രംപ് അംഗീകരിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും അതിലേക്കുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർണായകമായ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. രാഖി.